Hello. Welcome to Market Discussion of the Day. Today, 20th of June 2025, ഫ്രൈഡേ ആണ്. സോ ഇന്ന് എനിക്ക് രാവിലെ മാർക്കറ്റ് ഡിസ്കഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് രാവിലെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കില്ല. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തിങ്കളാഴ്ച എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും തിങ്കളാഴ്ചത്തെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഞാൻ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കേണ്ടവർക്കും അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഡീറ്റെയിൽഡ് കോഴ്സ് വന്നിട്ട് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൂടിയാണ്. ഓക്കെ, കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ ഫണ്ടമെന്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വാറുകൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം ബേസിക്കലി റഷ്യ ഉക്രൈൻ വാറൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്കിപ്പം ഇറാൻ ഇസ്രായേൽ വാറാണ് നമ്മൾ കൂടുതൽ ന്യൂസസിൽ കാണുന്നതെങ്കിലും റഷ്യ ഉക്രൈൻ വാർ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്താ പറയുക, മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അതിന് റഷ്യ ഒരു കാരണവശാലും ഒരു പീസ് ടോക്കിലോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായി. അപ്പം അത് അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. അതൊരു പീസ് ടോക്കിലോട്ട് ഇപ്പോൾ തൽക്കാലം പോകത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ വാർ നല്ല രീതിയിൽ അത് ഭയങ്കരമായി ഇറാനൊക്കെ ഇന്നലെ നല്ല രീതിയിൽ ഇസ്രായേലിൽ പല ടൈപ്പ് ഓഫ് മിസൈൽ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയത്. നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റിയത്. സോ അത് എന്തായി തീരും, അതിനകത്ത് ഇനിയിപ്പം അത് ചൈന കൊണ്ടുവന്ന മിസൈൽസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭാവിയിൽ ഇനി ചൈനയും റഷ്യയും നോർത്ത് കൊറിയയൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലുമായിട്ട് വലിയൊരു എന്താ പറയുക, ഒരു വേൾഡ് വാറിലോട്ടൊക്കെ പോകുമോ? ഇസ്രായേലും US ഒക്കെ ഒരുമിച്ചിട്ട് അതൊരു വലിയൊരു വേൾഡ് വാറിലോട്ടൊക്കെ പോകാം. അതോ അവിടെ മാത്രമായിട്ട് ഇസ്രായേലും ഇറാനും മാത്രമായിട്ടുള്ളൊരു പ്രശ്നമാകുമോ? അതോ മിഡിൽ ഈസ്റ്റിലുള്ള പല കൺട്രീസ് ഇപ്പോൾ ഓൾറെഡി ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും വരുന്നുണ്ട് അല്ലേ. സോ ആ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റ് മൊത്തത്തിലുള്ള ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആയി മാറുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയന്റെ മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇറാനുമായിട്ട് പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പീസിലോട്ട് പോകാനായിട്ടുള്ള പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വാറിന്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീക്കെൻഡിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വീക്കെൻഡിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ മാർക്കറ്റ് ഡിസ്കഷനിൽ വരികയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇന്നലെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നലെ നമുക്ക് എന്താണ് നമ്മുടെ യൂറോസോൺ മീറ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ ദിവസം. ഇതെനിക്കൊന്ന് എനിക്ക് അടുത്ത വീക്കിലാണ്. അപ്പം ഈ വീക്കിൽ കറണ്ട് വീക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്നലെ നമുക്ക് യൂറോപ്യൻ ഇതുണ്ടായിരുന്നു. ഓക്കെ, US ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ലഗാർഡിൻ്റെ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇത് മെനഞ്ഞാന്നത്തെയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല ഇന്നലെ. ഓക്കെ, അതിനുശേഷം ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഫുള്ളി ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, എന്താണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് നിൽക്കും. നോർമലി ഗോൾഡിൻ്റെ റേഞ്ച് വലിയ റേഞ്ചാണ്. പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 3360 to 3340 അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ ഇപ്പോൾ UK ടൈമിൽ 2 മണിക്കുള്ള ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ് ഒരു വലിയൊരു ക്യാൻഡിൽ ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, അല്ലാതെ വേറെ ഒരു ക്യാൻഡിൽസ് പോലും വലിയൊരു ക്യാൻഡിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മയിലിരിക്കുക. ഓക്കെ, സോ നമുക്ക്
എന്താ പറയുക, ഇനി എന്ത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ആഴ്ച നമുക്ക് ഉള്ള എന്താ പറയുക, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉള്ള ഫണ്ടമെൻ്റൽ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. തിങ്കളാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല, ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക് തിങ്കളാഴ്ച. ആകപ്പാടെ ഉള്ളത് വൈകുന്നേരം 3 മണിക്കുള്ള എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് മാത്രമാണ്. ഓക്കെ, സോ 3 മണിക്ക് ജസ്റ്റ് ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അല്ലാതെ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ആക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസ് അല്ല. വൈകുന്നേരം 3 മണിക്ക് UK ടൈമിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്, അതിനുശേഷം ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, അതിനുശേഷം CB കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ട്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും. അപ്പം എന്തായാലും രാവിലെ നമുക്ക് ട്രേഡ് ചെയ്യാം, അതിനുശേഷം മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബുധനാഴ്ച നമുക്ക് ന്യൂ ഹോം സെയിൽസ് ഉണ്ട്, അതേപോലെ ഫെഡ് ഷെയറിൻ്റെ ടെസ്റ്റിമോണി ഉണ്ട്, അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും. അതും നമുക്ക് അന്നും ഒരു എന്താണ് ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അന്നും നമുക്ക് ട്രേഡബിൾ ഡേ ആണ്. പക്ഷേ വ്യാഴാഴ്ച EU ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. അത് എന്തായി തീരും, യൂറോയിനെ ഡയറക്റ്റ്ലി ബാധിക്കും. അത് 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 നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ 12 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അതേപോലെ വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വ്യാഴാഴ്ച മറന്നു കളഞ്ഞേരെ വ്യാഴാഴ്ച ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഓക്കെ, 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. വെള്ളിയാഴ്ച നമുക്ക് EU ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ JPYയിൽ നിന്ന് റീറ്റെയിൽ സെൽസ് ഉണ്ട്. വ്യാഴാഴ്ച രാത്രിക്ക് മുന്നേ ആയിട്ട് JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു പോകുന്നു. യൂറോയിൽ നിന്ന് 10 മണിക്ക് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വെള്ളിയാഴ്ച ഒന്ന് നോക്കിയിരിക്കുക. 1:30 മണിക്ക് ഈ ഒരു എന്താ പറയുക കോർ PCE പ്രൈസ് ഇൻഡെക്സ്, അത് ചെറുതായിട്ടെങ്കിലും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ആ ഒരു സമയത്തെങ്കിലും ഒരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളൊരു കാര്യം എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അനങ്ങാതിരുന്നാൽ കറണ്ട് പോകും. അപ്പോൾ അത് കാരണമാണ് ഞാൻ എഴുന്നേറ്റ് പോയി ഞാനന്ന് അനക്കിയപ്പോഴും അവിടെ കറണ്ട് വന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വേറെ കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് UK-യും US-ഉമായിട്ടുള്ള ബന്ധം അത് കുറച്ചും കൂടെ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാനഡയും യൂറോപ്പുമായിട്ടുള്ള ഒരു റിലേഷൻ പല ഡീലിങ്സിലോട്ട് അവരെത്തുന്നു. അടുത്ത 30 വർഷത്തേക്ക് ഓയിൽ സപ്ലൈ ചെയ്യാം യൂറോപ്പിന് എന്നൊക്കെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെയുള്ള ധാരണയിലോട്ട് വരുന്നു. കാരണം യൂറോപ്പിൽ നിന്ന് റഷ്യയിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക ക്രൂഡ് ഓയിൽ സപ്ലൈ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർ പ്രമാണിച്ച്. അത് കാനഡയിൽ നിന്ന് കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ഫണ്ടമെൻ്റൽ സൈഡിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ. ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് തന്നെ വരാം. 144 to 146 എന്ന് പറഞ്ഞതാണ് ഈ ആഴ്ച തിങ്കളാഴ്ച. നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ റേഞ്ചും അയച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അയച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ടെങ്കിലും ഉണ്ടാവും. ഈ ആഴ്ചത്തെ റേഞ്ച് 144 to 146 ആണെന്നുള്ള കാര്യം അല്ലേ. അതേപോലെ തന്നെ 144 to 146 ആ റേഞ്ചിൻ്റെ അകത്തോട്ട് പുറത്തോട്ട് പോയിട്ടില്ല JPY. ഓക്കെ, സോ ആ റേഞ്ചിൽ കളിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വലിയ പ്രോഫിറ്റ്. ഓക്കെ, ഈ ആഴ്ച ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നില്ലാത്ത ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു റേഞ്ചിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈ ഒരു സെല്ല് എടുത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വീക്കായിരുന്നു. ഡേഞ്ചർ അല്ലാത്തൊരു വീക്കായിരുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ എനിക്കറിയാം പല ആൾക്കാരും ഗോൾഡിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലോണം അറിയാം. കാരണം വാറ് ഉണ്ടായത് കൊണ്ടിട്ട് എല്ലാവരും 3400-ന്റെ മുകളിൽ പല ആൾക്കാർക്കും ബൈ കിടപ്പുണ്ടെന്നുള്ളൊരു കാര്യവും എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, പക്ഷേ അതിന് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ആഴ്ച കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വേറൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ അടുത്ത ആഴ്ച നമുക്ക് JPYയിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാം. JPY അടുത്ത ആഴ്ച നമുക്ക് 144-ന് കിട്ടിയാൽ ബൈ ചെയ്യരുത്. ഓക്കെ, 144-ന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യണം. അതായത് രാവിലെ ഇന്ന് അവസാനിക്കുന്നത് ഉറപ്പായിട്ട് 144-ന്റെ മുകളിൽ തന്നെ ആയിരിക്കും വേറൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലേ.
ഇന്ന് അവസാനിക്കുന്നത് 144 മുകളിലാണ്. തിങ്കളാഴ്ച രാവിലെ 144 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേണമെന്നുള്ള ആൾക്കാർക്ക് 146 അടുത്ത്, ഇപ്പോൾ ഒരു പോസിബിലിറ്റി 146 അടുത്ത് നിൽക്കാനായിട്ടാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റിയിൽ 146 അടുത്ത് നിൽക്കുക, 6 താഴെയാണ് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 146 താഴെയാണ് രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കെങ്കിൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഒരു സെല്ലെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. JPYയിലുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നേരെ മറിച്ച് മാർക്കറ്റ് എങ്ങാനും ഇന്ന് അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ട് താഴെ കിട്ടി, 144 അടുത്ത് കിട്ടി, 144 മുകളിൽ അവസാനിച്ചു, തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 144 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സപ്പോസ് ഇപ്പോൾ തിങ്കളാഴ്ച ആയിക്കോട്ടെ, ചൊവ്വാഴ്ച ആയിക്കോട്ടെ, സപ്പോസ് 144 താഴെയായിട്ട് മാർക്കറ്റ് കടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 144 അവിടുന്ന് സെല്ലിലോട്ട് പോവാതിരിക്കുക, 142 വരെ മാർക്കറ്റ് എത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 142 അവിടുന്ന് ഒരു പ്രോപ്പർ ബൈ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ നമുക്കറിയാം 1.1500 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പണിങ്സ്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും 1.1500 മുകളിൽ തന്നെയായിരുന്നു മാർക്കറ്റ്, അല്ലേ? സോ നമുക്ക് അതൊരു സപ്പോർട്ടായി എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം. ഇന്നലെ ഒരു ദിവസം, അതായത് 18-ാം തീയതി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കഴിഞ്ഞിട്ട് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചിനെ സംബന്ധിച്ച് മാത്രമാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയത്. അതും മാർക്കറ്റ് 1.1450 അവിടെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽസും അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും 1.1500 മുകളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള റീസൺ തന്നെ നമുക്ക് തിങ്കളാഴ്ച, കാരണം ഞാൻ തിങ്കളാഴ്ച രാവിലെ ഏഷ്യയൊക്കെ ഓപ്പണായി യൂറോപ്പൊക്കെ ഓപ്പൺ ആയതിനു ശേഷമാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്. അതിന് മുന്നേ നിങ്ങൾക്കൊരു പൊസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂറോയിൽ 1.1500 മുകളിലാണ് ഇന്ന് അവസാനിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 1.1500 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈ എടുത്ത് യൂറോ നമുക്ക് നോക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഇടണം. ഇന്നലെ കഴിഞ്ഞ ആഴ്ച പോയ ലോ ഉണ്ടല്ലോ, ലോ എന്ന് പറയുമ്പോൾ എവിടെയാണ് 1.1445 അതിൻ്റെ താഴെയായിട്ട് ഇട്ടാൽ മതി. 1.1430 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്കൊന്നും കൊണ്ടിടരുത്. ഓക്കെ, അത് എടുത്ത് പ്രത്യേകിച്ച് നോക്കണം. ഇത് പക്ക ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 70 to 80 പിപ്സിൻ്റെ പ്രോഫിറ്റ് 100% കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ പറയുന്ന ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1.1500 മുകളിൽ യൂറോയിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ, അടുത്തത് നമുക്ക് നേരെ യൂറോയിൽ ഞാൻ സെല്ല് ചെയ്യാൻ പറയത്തില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ബൈയിൽ കൂടെ മാത്രം കടന്നു പോകാം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ GBP കഴിഞ്ഞ ആഴ്ച വരെ 1.3500 എന്ന് പറയുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് ഈ ആഴ്ച എന്തോ കാരണം കൊണ്ട് താഴോട്ട് പോവുകയും എനിക്ക് തോന്നുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ അത് പലവട്ടം മുകളിലോട്ട് കയറാൻ നോക്കി, അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നപ്പോൾ വീണ്ടും താഴോട്ട് പോവുകയും തിരിച്ചിപ്പോൾ ഒരു റീട്രേസ് ചെയ്ത് 1.3500 അവിടെ ചെറിയ രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? 1.3500 താഴെയാണ് മാർക്കറ്റ് എങ്കിൽ, അതായത് ഇന്ന് അവസാനിക്കുന്നത് 1.3500 മുകളിൽ ക്ലോസ് ചെയ്തില്ല, അതിൻ്റെ താഴെയായിട്ടാണ് ഇന്ന് അവസാനിക്കുന്നതും തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 1.3500 താഴെയാണ് എങ്കിൽ നമുക്ക് സെല്ല് ചെയ്യരുത്. ഓക്കെ, സെല്ല് ചെയ്യരുത്. നമുക്ക് വെയിറ്റ് ചെയ്യാം താഴോട്ട് മാർക്കറ്റ് പോകുമോ എന്ന് നോക്കിയിട്ട് 1.3400 അവിടെ നമുക്കൊരു പാർഷ്യൽ ബൈ ചെയ്യാം. 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് നമുക്ക് 1.3400 അവിടെ നമുക്ക് ബൈ ചെയ്യുകയും വീണ്ടും നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോയാൽ ഫോർ എക്സാമ്പിൾ 1.3300 അവിടെ നമുക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ ബാക്കിയുള്ള 0.5 ലോട്ടും നമുക്ക് അവിടുന്ന് എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് 1.3300 പ്രസൻ്റ് ആണ്. അതുകൊണ്ടിട്ടാണ് 1.3300 നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഉള്ളതെന്ന് പറയുന്നത്. എന്നും പറഞ്ഞ് നമുക്ക് 1.3400 അവിടെ വന്നിട്ട് തിരിച്ച് കയറി പോയാലോ എന്നുള്ളത് കൊണ്ടിട്ടാണ് നമുക്കൊരു 0.5 ലോട്ട് എങ്കിലും അവിടുന്ന് എടുക്കാനായിട്ട് ഞാൻ പറയുന്നത്. 0.5 ലോട്ട് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ 0.1 ലോട്ട് ചെയ്യേണ്ടവർ 0.05 ലോട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കണക്ക് കൂട്ടലുകളിലായിരിക്കണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ മറിച്ച് ഇന്ന് അവസാനിക്കുന്നത് 1.3500 മുകളിലാണ് എങ്കിൽ, ഓക്കെ, തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 1.3500 മുകളിലാണ് എങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് മാത്രം തൽക്കാലം ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, മാർക്കറ്റ് ഈ ആഴ്ച ഫുള്ളി താഴെ കടന്ന് ഇരിക്കുകയാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഒരു 2 മാർക്കറ്റ് ഓപ്പണിങ്ങിലെങ്കിലും, അതായത് 7:30 എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ആവുന്നുള്ളൂ അല്ലേ. പക്ഷേ നേരെ നമുക്ക് ഉച്ചയാവുമ്പോഴത്തെ ഒരു രാവിലെ ഇന്ത്യൻ ടൈമിംഗ് ഉച്ചയാവുമ്പോൾ അല്ലെങ്കിൽ രാവിലെ 11:30 മണിക്കുള്ള ക്യാൻഡിൽ യൂറോപ്പ് ഓപ്പൺ ആവുമ്പോഴും 1.3500 മുകളിൽ തന്നെയാണ്. എന്നാൽ പിന്നെ 1.3500, 1.3510, 1.3520 ഈ റേഞ്ചിലാണെങ്കിൽ നമുക്ക് ബാക്കി 0.5 കൂടെ എടുക്കാം കേട്ടോ. 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് നമുക്ക് 1.3500 മുകളിലായിട്ട് മാർക്കറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുമെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഇതും പക്കാ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. പക്ഷേ വെറുതെ കയറി ബൈ ചെയ്യരുത് കേട്ടോ. വെറുതെ 1.3500 മുകളിലായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ 1.3500 മുകളിൽ പോയിട്ടുണ്ട്. ഷാഡോ 1.3510 വരെ പോയിട്ടുണ്ട്. അതൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അല്ല. എന്തുകൊണ്ട്? പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആവണം. ഓക്കെ, പുതിയ ക്യാൻഡിൽ 1.3500 മുകളിൽ ഓപ്പൺ ആവണം. അതും വെറുതെ ഓപ്പൺ ആവുന്നതല്ല നമ്മളുടെ കാര്യം, മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ ഓപ്പൺ ആവണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഒരു ഓപ്പണിങ്ങിന് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് ആണ് അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഇൻസൈറ്റ് മാത്രമേ പറഞ്ഞിരുത്തുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ 2 മാർക്കറ്റ് ഓപ്പണിങ്ങിനെങ്കിലും ഇതേപോലെ നടക്കുമ്പോഴായിരിക്കണം നമ്മൾ ആ ഒരു ബൈയും സെല്ലും എടുക്കേണ്ടത്. ഓക്കെ, 2 മാർക്കറ്റ് ഓപ്പണിങ്സിന്, അതിനാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാനായിട്ടുള്ള റീസൺ, നമുക്ക് വീണ്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്തിന്? നമുക്ക് വീണ്ടും മാർക്കറ്റ് റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങി. റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഭയങ്കര നല്ലതാണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചെറിയ ഒരു $15-20 പ്രോഫിറ്റ് എടുത്ത് മാറുക ഗോൾഡിലൊക്കെ. ഓക്കെ, അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാർ, അതും ഗ്രാഫിൻ്റെ പകുതിയിൽ വെച്ച് മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാതിരിക്കുക, ഇങ്ങനത്തുള്ള കുറച്ച് ഡിസിപ്ലിൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നല്ല പ്രോഫിറ്റ് നമുക്ക് ഡിസംബർ 15 വരെ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന ട്രേഡർ ആയിരിക്കും നിങ്ങൾ, ഉറപ്പായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് നേരെ ഗോൾഡിലോട്ട്, ഇന്ന് വരെ നമ്മളുടെ ഗോൾഡിലോട്ട് പല ആൾക്കാർക്കും സ്റ്റക്കായിരിക്കുന്ന ഗോൾഡിലോട്ട് പോകുമ്പോൾ, ഗോൾഡ് ഇന്ന് രാവിലെ ഓപ്പൺ ആയതും ഒരു ഡ്രോ ഒരു ഇതാക്കണ്ടോ, ഇവിടുന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് അവസാനിച്ചത് 3373, മാർക്കറ്റ് ഓപ്പൺ ആയത് 3370 അതിനുശേഷം ഒരു ഡ്രോപ്പാണ് നമ്മൾ കണ്ടതല്ലേ. ആ ഡ്രോപ്പിന് ശേഷം ഇപ്പോഴാണ് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ അണങ്ങിയത്. ഈ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 3368 എന്ന് പറയുന്ന ഒരു നല്ലൊരു റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ 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 സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ് പല ആൾക്കാർക്കും. കാരണം പല ആൾക്കാരുടെയും പൈസ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് 3400 മുകളിലാണ്. 3371 എന്നുള്ളത് വളരെയധികം സന്തോഷം. ഓക്കെ, സോ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ഗോൾഡിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായി അല്ലേ. 3345 പ്രോപ്പർ സപ്പോർട്ട് ചെയ്തു അല്ലേ, അവിടെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് കയറി 3370. ഇന്ന് മാർക്കറ്റ് ഇത്രയും ക്യാൻഡിൽസ് ഓടിയ ക്യാൻഡിൽസ് എല്ലാം ഒരു ക്യാൻഡിൽ കൊണ്ട് ഏകദേശം $32 ഓടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ള കാര്യം, ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമുക്ക് തിങ്കളാഴ്ച
മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അടുത്ത ആഴ്ചത്തെ എന്താ പറയുക, അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 3330 ടു 3430 ഓക്കെ. 3330 ടു 3430, 3330 ടു 3430 ഓക്കെ. നമുക്ക് പ്രോപ്പർ സപ്പോർട്ട് 3345 എന്നുള്ളതാണ്. ഓക്കെ. സോ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. സപ്പോസ് ഇനി ഒരു മാർക്കറ്റ് താഴോട്ട് പോയി 3340 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്യാം. ഓക്കെ. നേരെ ഇന്ന് അവസാനിക്കുന്നത് 3360 മുകളിലാണ്. തിങ്കളാഴ്ച രാവിലെ 3360 65 ഇടയിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. ഓക്കെ. മാർക്കറ്റ് നേരെ ഓടിക്കേറി മുകളിൽ പോയി 3380 മുകളിൽ കയറി. ഇന്ന് അവസാനിക്കുന്ന 3380 മുകളിലാണ്. ഓക്കെ. തിങ്കളാഴ്ച രാവിലെ എന്താ പറയുക, തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 3380 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ. നമുക്ക് ഏറ്റവും, അതായത് ഈ ആഴ്ച ഫുള്ളി റെസിസ്റ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയാവോ? എത്രയാണെന്നറിയാവോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയാവോ? 3400 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ. 3400 എന്ന് പറയുന്ന പോയിന്റ് റെസിസ്റ്റ് ചെയ്യും. സപ്പോസ് എങ്ങാണ് 3400 മുകളിലാണ് 7:30 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 7 മണിക്കുള്ള ക്യാൻഡിൽ കിട്ടുന്നുണ്ട്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടുന്ന് എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ. അവിടുന്ന് എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ താഴെയൊക്കെ സെല്ല് എടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ സെല്ല് ചെയ്യത്തില്ല, ഗോൾഡ് ഞാൻ സെല്ല് ചെയ്യത്തില്ല. ഗോൾഡിൻ്റെ എന്താ പറയുക, ട്രെൻഡ് അപ് ട്രെൻഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് ഗോൾഡ് നിങ്ങൾ ട്രേഡ്, അതായത് സെല്ല് ചെയ്യാതിരിക്കുക. ഗോൾഡ് നമുക്ക് ബൈ മാത്രം മുന്നോട്ട് പോവാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞത് എത്രയാണ്? 3380 മുകളിൽ, 3360 മുകളിൽ, 3340 മുകളിൽ, ഓക്കെ, 3400 മുകളിൽ. ഇതിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. ഇതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ചെയ്യണ്ട, സെല്ലിലോട്ട് പോകണ്ട. ഓക്കെ. സെല്ലിലോട്ട് നമുക്ക് സെല്ല് വെച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ടെന്നേ, നമുക്ക് ബൈ ചെയ്തിട്ടുള്ള പൈസ മതി എന്നങ്ങ് തീരുമാനിക്കുക. ആ ഒരു തീരുമാനം എടുത്താൽ പ്രശ്നം തീർന്നില്ലേ, അല്ലേ? സോ ഈ ഒരു കാര്യം മാത്രം ഇതാക്കുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം എടുക്കുക. ഈ ഓപ്പർച്യൂണിറ്റി, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് രാവിലെ 7:30 മണിക്ക് മാത്രമല്ല കേട്ടോ. അതിപ്പോൾ രാവിലെ 11:30 മണിക്കാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, 11 മണിക്ക് നിങ്ങൾക്കറിയാം യൂറോപ്പ് ഓപ്പൺ ആവുന്ന സമയമാണ്, അല്ലേ? അല്ലെങ്കിൽ 2:30 മണിക്ക് ഏഷ്യ ക്ലോസ് ആവുന്ന സമയം. ഇന്ത്യൻ ടൈമിംഗ് ആണ് പറയുന്നത് കേട്ടോ, UK ടൈമിംഗ് അല്ല. അതേപോലെ വൈകുന്നേരം 6:30 മണി US ഓപ്പൺ ആവുന്ന സമയം, ഓക്കെ, അല്ലെങ്കിൽ വൈകുന്നേരം 8:30 മണി യൂറോപ്പ് ക്ലോസ് ആവുന്ന സമയം. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലോ താഴെയോ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ബൈയോ സെല്ലോ എടുക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം, അല്ലെങ്കിൽ ഇനി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയം മാർക്കറ്റ് റേഞ്ച് ബേസ്ഡിലാവുമ്പോഴാണ്. ഓക്കെ. സോ ഞാൻ ഹാപ്പിയാണ് വീണ്ടും ഈ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പി ആയിരിക്കുമോ? കാരണം ആ ഒരു റേഞ്ചിൽ മാത്രം നിന്ന് ട്രേഡ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. നിങ്ങൾ നോക്കേണ്ട കാര്യം ഏതാണോ ട്രെൻഡിന് എഗെയിൻസ്റ്റ് നിൽക്കാതിരിക്കുക. ഫോളോ ദ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ഇതൊരു ബൈബിളാക്കി വെക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ട്രേഡുകൾ എടുക്കുമ്പോൾ വെറുതെ ഇമോഷൻ്റെ പേരിൽ എവിടെയെങ്കിലും ഗ്രാഫിൻ്റെ പകുതിയിൽ വെച്ച് അല്ലെങ്കിൽ മിഡിൽ വെച്ച് ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ. ട്രേഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല ഒരു ഇത് വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ബൈ ചെയ്യുക, ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്യുക. ബേസിക് കാര്യം. ഓക്കെ. ഇത് മാത്രം ചെയ്താൽ മതി. നമുക്ക് ആഴ്ചയിൽ 2 ഓപ്പർച്യൂണിറ്റി കിട്ടും. ഈ 2 ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ലോട്ട് സൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ. പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് അടുത്ത ഡിസംബർ 15 വരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യുക ട്രേഡിൽ, എന്നിട്ട് കൂടുതൽ ട്രേഡ് എടുക്കുക. ഓക്കെ. കൂടുതൽ ട്രേഡ് എടുക്കാൻ, കൂടുതൽ എന്താ പറയുക, കുറച്ച് ട്രേഡ് എടുത്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച വന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, അവരെടുത്ത് ബന്ധപ്പെടാൻ പറയുക. ഞാൻ ഉറപ്പായിട്ടും അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്
ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.